ഇത് 1/6/2025 വീഡിയോ കേട്ടാ. ഓക്കെ, ഇതിൻ്റെയൊക്കെ സംഭവം എന്താണുള്ളതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞു തരാം കേട്ടോ. അതൊക്കെ കഥകൾ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ കടയിൽ 30 ഉറുപ്പിയുടെ ഇളനീൻ്റെ ബോട്ടായി ഇരിക്കണേ. 30 ഉറുപ്പ്യ, 20 ഉറുപ്പ്യ, 30, 40 ഉറുപ്പ്യ ഉണ്ട് ഇതിൻ്റെ അടിയിലുണ്ട്. പക്ഷേ ഇപ്പോൾ ആ ബോർഡൊക്കെ എടുത്ത് മാറ്റി. കാരണം ഇപ്പോൾ അതിനത്ര ഇളനീനങ്ങനെ വരവില്ല. അപ്പോൾ അത് കാരണം ഞാൻ ആ 30 രൂപ ബോർഡാണ്. മറ്റേ അത് കട എല്ലാവർക്കും അറിയപ്പെട്ട്, കാരണം ഇവിടെ എല്ലാ വിലയും കിട്ടുന്നില്ല. പിന്നെ ജനങ്ങൾക്ക് ഇത് കൊടുക്കാനുള്ള സാധനം. അത് പോട്ടെ, കാര്യത്തിൽ കിടക്കണം. ഞാൻ നാട്ടിൽ പോവുകയാണ്. 3/6/2025 നാട്ടിൽ പോകുമ്പോൾ, നാട്ടിൽ പോണതിൻ്റെ ഉള്ളിൽ എൻ്റെ കടയിൽ കുറച്ച് ഇളനീ സ്റ്റോക്ക് ചെയ്ത് വെക്കുകയാണ്. കാരണം അല്ലെങ്കിൽ ആ ചെക്കൻ ഇവിടെ ഇരിക്കണമെനിക്ക് ഇളനീ കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. ഹരിക്ക കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഖാലിദ്ക്ക കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, രവേട്ടൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, സംസുക്ക കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫേമസ് കുഞ്ഞിപ്പാജിൻ്റെ ജ്യേഷ്ഠുണ്ട്, ലത്തീഫായി. അവരൊക്കെ ചോദിച്ചാൽ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ജൈനെ പറ്റി ബേജാറാവണ്ട, ഇജ്ജ് പോയിക്കോ. ഇജ്ജ് പോയിട്ട് കുറച്ച് ദിവസം നാട്ടിൽ പോയി നിന്നിട്ട് പോരെ. കാരണം ഇവിടെ കുറേ മാസം ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇജ്ജ് പോയിക്കോ എന്ന് പറഞ്ഞു. ഇത് വലിയ ഇളന്നിനട്ടാ. ഇത് 120, 130 ഉറുപ്പ്യ, 140 ഉറുപ്പ്യ, 150 ഉറുപ്പ്യ വെള്ളം ഉണ്ടാവും. പക്ഷേ ഞാൻ ഇവിടെ 100 ഉറുപ്പ്യക്ക് കൊടുക്കും. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് ഒരു കേടുപാടും കൂടാതെ നാട്ടിലൊന്ന് എത്തിക്കിട്ടാം. എൻ്റെ യൂട്യൂബിലുള്ള എല്ലാ ഫ്രണ്ട്സുകളോടും, അവിടെ ജാതി മതം ചേട്ടാ, എന്നെ മതം നോക്കിയിട്ടൊന്നല്ല പറഞ്ഞ്, എന്നെ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ഒരു കേടുപാടും കൂടാതെ അവിടെ എത്തിക്കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. നിങ്ങൾക്ക് വല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ എഴുതിക്കോളി. ഞാൻ ആ എഴുതിയ ആൾക്ക് പ്രത്യേകിച്ച് എൻ്റെ ഭാഗമായിട്ട് ഞാൻ ദുആ ചെയ്യലുണ്ട്. കാരണം ഓരോരുത്തർ അതിൽ പറയും എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞാനും ദുആ ചെയ്യലുണ്ട്. നിങ്ങളെ ദുആക്കും എൻ്റെ ദുആക്കും എല്ലാവരുടെ ദുആക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം തരാതിരിക്കില്ല. അപ്പോൾ നിങ്ങളെന്തെങ്കിലും വിഷമങ്ങളും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ എഴുതിക്കോളി. മാനു എനിക്കും വേണ്ടി നീ ദുആ ചെയ്തിട്ടാന്ന് പറഞ്ഞാൽ ഞാനും ദുആ ചെയ്യും. അത് ചെയ്യലുണ്ട് കേട്ടോ. റബ്ബാണ് അല്ലാഹുവിൻ്റെ റസൂലിനെ സത്യം പറഞ്ഞത്. ആരെങ്കിലും എഴുതി കഴിഞ്ഞാൽ ആ സുബഹി നിസ്കാരത്തിൻ്റെ സമയത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് നിസ്കാരം അത് ഞാൻ പിന്നെ അത് പറയാൻ പാടില്ല അങ്ങനെ. അപ്പോൾ ഞാൻ എൻ്റെ ദുആ വേറൊരു തരത്തിൽ കൂടെയാണ്. അപ്പോൾ അത് മറ്റുള്ളവരോട് പറയാൻ പാടില്ല. കാരണം അത് അങ്ങനെയാണ്. ആ ദുആയിൽ ഞാൻ എല്ലാവരും ഉൾപ്പെടുത്തുന്നുണ്ട്. ആരൊക്കെ എന്തൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ദുആയിൽ ഉൾപ്പെടുത്തും. കാരണം എല്ലാവരും നേരായി കാണുന്നുള്ളവരും, ഞാൻ മാത്രം സ്വർഗം കണ്ടിട്ട് പടച്ചവർക്ക് കയറിച്ചല്ലായിരുന്നു ഞാൻ പ്രത്യേകിച്ച് പറയുന്നത്. ഈ ദുനിയാവിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യനും പ്രയാസപ്പെടുന്നവരും ആരുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെയും, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനായിക്കോട്ടെ, ആരെങ്കിലും ഹൃദയം വേദനിച്ച് പെടയുന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ വേദന മാറ്റി കൊടുക്കുക റബ്ബേ എന്ന് എപ്പോഴും റബ്ബിനോട് പറഞ്ഞ. കാരണം മനുഷ്യന്മാരെ നമ്മളൊക്കെ എല്ലാവരും എല്ലാവരും പണിയെടുക്കുന്നവരാണ്. ഞാൻ മാത്രമല്ല, ഒക്കെ ഇന്നെപ്പോലെ ഇന്നെക്കാട്ടി അധ്വാനിച്ച് കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. വണ്ടി ഉന്തിയിട്ടും ഓരോരുത്തരും ഓരോ പ്രയാസത്തിൽ കഴിയുന്നതാണ്. ഓരോരുത്തരുടെ ഉള്ളിൻ്റെ വേദന ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല. ആര് സഹായിക്കാനാണ്? ഒക്കെ ഞാൻ പറഞ്ഞില്ലേ, എന്നോട് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഭാര്യക്കും കുട്ടികൾക്കും ബാങ്കിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് കാലം. അല്ലാതെ മറ്റുള്ളവനെ ഒരു പ്രയാസം കടന്നു വരുമ്പോൾ ഒരാൾ നമ്മളുടെ ഹൃദയത്തേക്ക് കടന്നു പോയാൽ എപ്പോഴും പറയണേ, ഇതൊക്കെ എൻ്റെ മനസ്സിലിങ്ങനെ വിഷമം വരുമ്പോൾ പറഞ്ഞാൽ ഒരാൾ നമ്മളെ അടുത്തേക്ക് നമ്മൾ അറിയുന്ന ആരെങ്കിലും ഒരാൾ മാനസികമായ വിഷമം, ഓൻ്റെ ഹൃദയം എന്തെങ്കിലും പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയത്ത് നമ്മളോട് പറയണ്ടേ, നമ്മളെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ കയ്യിൽ പൈസ വെച്ചിട്ട് നമ്മൾ ഇല്ലാന്ന് പറയുന്നത് 100 തവണ പറയേണ്ട. അത് നമുക്ക് ചെയ്യാൻ പാടില്ലേ. ഓൻ തരുന്ന ആളച്ച കൊടുക്കണം, ഓൻ ചതിക്കാത്ത ഒരാളച്ച കൊടുക്കണം. ഓന് എന്തൊരു കുടിക്കൽ 4 ലക്ഷം 3 ലക്ഷമൊക്കെ ചിലപ്പോൾ പെട്ടിട്ടുണ്ടാവും. എന്തെങ്കിലും ഒരു സഹായം ചോദിച്ചാൽ അത് കൊടുക്കാതെ ഇല്ലയെന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ നാളെ കൗത്തിൽ കയറിയിട്ട് മരിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ നാളെ റബ്ബിൻ്റെ മുന്നിൽ നമ്മൾ ഉത്തരം കൊടുക്കേണ്ടി വരും. കടന്നു വന്ന ഒരു മനുഷ്യന് ഹൃദയം വേദനിച്ച് നിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ആ മനുഷ്യനെ ഒരു സഹായം ചോദിച്ചപ്പോൾ നീ കൊടുത്തില്ല. അപ്പോൾ ആ മനുഷ്യൻ പിന്നെ എന്താ ചെയ്യണേ അറിയോ? കൗത്തിൽ കയറിയിട്ട് മരിക്കുകയാണ്. മരിച്ച രസം തോന്നുന്നുണ്ടോ അറിയാം, പടച്ചോനെ ഞാനത് കൊടുത്താൽ മതിയായിരുന്നെന്ന്. അപ്പോൾ ആ പോയ ആൾ വിചാരിക്കണ്ടോ നിങ്ങൾ നരകത്തിലാണ്, അതയാളല്ല. പക്ഷേ ചോദിച്ച ആളുണ്ടല്ലോ, തടസ്സം പറഞ്ഞ ആൾ, അവൻ നാളെ റബ്ബിൻ്റെ മുന്നിൽ ഉത്തരം കൊടുക്കേണ്ടി വരും. അതുപോലെ ചതിക്കപ്പെടും. ചിലർ ചതിക്കും നമ്മളെ. കോട്ട വിചാരിക്കുക റബ്ബ് നമുക്ക് വേറെ തരും. അള്ളാഹ് കൈ വിടൂല നമ്മളെ. ആർക്കും നമ്മൾ കൊടുത്താലും ഓനെക്കൊണ്ട് നമുക്ക് സഹായം ഉണ്ടാവില്ല. എപ്പോഴും പറയുന്നുണ്ട്, ഓനെക്കൊണ്ട് ഒരിക്കലും സഹായം ഉണ്ടാവില്ല. പക്ഷെ റബ്ബ് വേറൊരാളെ പറഞ്ഞു വിടും, നമ്മളെ ഹൃദയത്തേക്ക് പറഞ്ഞു വിടും. എടാ നീ അവനെ സഹായിച്ചതല്ലേ, ഓൻ ഏതായാലും എനിക്ക് ഓനെക്കൊണ്ട് ഗുണമില്ല, ഓറ്റപ്പോൾ ചതിക്കണോനെക്കാരം പോയിക്കോട്ടെ വിചാരിക്കുക. കാരണം ഒരാളെ ബാലൻസിട്ടല്ലേ നമ്മൾ കൊടുത്തിക്കണേ. അള്ളാഹ് നമുക്ക് വേറൊരു വഴിക്ക് കൂടെ ആ പണം നമ്മളെ കയ്യിലേക്ക് എത്തിയിരിക്കും. അത് നമ്മളും നല്ല വഴി കൂടെ ഉണ്ടാക്കണട്ടാ. ആരാനെ കുറേ പറ്റിച്ച് തിന്നിട്ടും ഓനെ കുറേ പണം വാരിച്ച് തിന്നിട്ടും ചെയ്യരുത്. നല്ല വഴി കൂടെ നമ്മൾ ഉണ്ടാക്കി ആരെങ്കിലും വന്ന് കൊടുത്താളി. അള്ളങ്ങനെ വാതിൽ പല ഭാഗത്തും, ഒരു ബിൽഡിങ്ങിന് പല ഭാഗത്തും ഗേറ്റ് ഉണ്ടാവും. ഒരു വാതിൽ അടഞ്ഞാലും മറ്റുള്ളവർക്ക് നിന്ന് തുറക്കാൻ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും.
അല്ലെങ്കിൽ എല്ലായിടത്തും പൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അപകടത്തിൽ പോയി ചാടും. ഞാൻ ഒരാളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. 3-4 ലക്ഷം ഉറുപ്പ്യ കടത്തി മുങ്ങിയിട്ട് ആ കഥ ഞാൻ പറഞ്ഞു തരട്ടാ. ഞാൻ ഉള്ള സത്യം പോലുള്ളൂ. ഒരാൾ വലിയൊരു കുടുക്കി പോയിട്ട് ഇവിടെ എത്തിക്കണേ. ആ ആളെ ഞാൻ കിണറ്റിൽ നിന്ന് ഇങ്ങോട്ട് കയറ്റി ഞാൻ ആ ആളെ കൂടെ നിന്നിട്ട് വീഡിയോ എടുത്ത് വിട്ടുതരാം. അതുപോലെ കുറേ ആൾക്കാരെ ഞാൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഞാൻ വല്ല പണക്കാരനല്ല, ഉറുപ്പില്ല. പക്ഷെ ഞാൻ ചോദിച്ചാൽ കിട്ടുന്ന എല്ലാവർക്കും അറിയാം. ഞാൻ വരുന്നതായിട്ട് മുന്നേ ഇവിടെ വന്ന ആൾക്കാരുണ്ട്. എന്തുകൊണ്ട് അവർക്ക് കിട്ടണില്ല? എന്താണ് അതിൻ്റെ പിന്നീട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ വരുന്നതായിട്ട് മുന്നേ എല്ലാവരും അവിടെ സഹായിച്ചിരുന്നതാണ്. എന്തുകൊണ്ട് ഇപ്പോൾ ആ ആൾക്കാർ കൊടുത്ത ആൾക്കാർ കൊടുക്കണില്ല? എന്താ അതിൻ്റെ പിന്നിൽ? എന്താ മാന് ചോദിച്ചെങ്കിലാണ് ഇവിടുന്ന് 50,000, 5 ലക്ഷം, 10 ലക്ഷം, 15 ലക്ഷം ആൾക്കാർ എറിഞ്ഞിട്ട് തരാൻ എന്താ കാരണം? അപ്പോൾ മാനിന് ചോദിച്ചാൽ കിട്ടുന്നവരാ. മാനിൻ്റെ വഴി നന്നതാ. ഞാൻ ഒരു വാക്ക് പറഞ്ഞാൽ തെറ്റിക്കൂല. ഒരാളോട് ഒരു ദിവസം പറഞ്ഞാൽ ആ ഡേറ്റ് ഞാൻ തരില്ല. ഞാൻ 2-4 കുറിയിൽ ചേർന്ന് 5-6 ലക്ഷം, 8-9, 5-8 ലക്ഷം ഉറുപ്പ്യ എനിക്ക് ഓർമ്മയില്ല. അലിക്കാക്ക അറിയാം, സംസുക്കാക്ക അറിയാം, എല്ലാവരും ആ കുറിയിലുണ്ടായിരുന്നു. 3 കുറി ഞാനായിട്ട് വിളിച്ച് നഷ്ടത്തിനായിട്ട് വിളിച്ചു. 1.5 ലക്ഷം, 2 ലക്ഷം ഉറുപ്പ്യ നഷ്ടത്തിൽ ചോദിച്ചു നോക്കി. അലിക്ക് ഇവരൊക്കെ അയാത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. എല്ലാവരും പറഞ്ഞാൽ എനിക്ക് എന്തിൻ്റെ ഭ്രാന്താണ്. അപ്പം എന്താ ഒരാൾക്ക് 10-11 ലക്ഷം ഉറുപ്പ്യ കൊടുക്കാണ്ടായിരുന്നു വണ്ടി വരും. അപ്പോൾ ഞാൻ എവിടെ പറഞ്ഞു നിർത്തിയെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഇവിടെ ചെറിയൊരു പ്രശ്നം നടന്നു. വണ്ടി അവിടെയൊക്കെ നിർത്തി മാറ്റാൻ പറഞ്ഞു. എന്തായാലും സാല്ല അങ്ങനെ ഒരാളെ രക്ഷപ്പെടുത്ത സംഭവമുണ്ട്. ആളെ പേര് ഞാൻ പറയാം. ശിവൻ എന്നാണ് പേര്. ശിവേട്ടന് അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ശിവനും ശിവൻ്റെ ചേച്ചിയുണ്ടല്ലോ, മക്കളൊക്കെ കരഞ്ഞു. കാരണം വലിയൊരു അപകടത്തിൽ അച്ഛൻ പെട്ട് കിടക്കുകയായിരുന്നു. കൊല്ലങ്ങളോളം ബോംബെ നിന്നിട്ട് പോകാൻ പറ്റണില്ല. കാരണം കടത്തി മുങ്ങിയിട്ട് ആൾക്കാർ നാട്ടിൽ പറഞ്ഞു വിടണില്ല മനുഷ്യനെ. അവസാനമാണ് ഞാൻ കയറി ചെല്ലണത്. അതൊക്കെ ഞാൻ പിന്നെ കഥ പറഞ്ഞത്. അതിൻ്റെ എല്ലാ ശിവേട്ടൻ്റെ മുന്നിൽ നിർത്തിയിട്ട് ഞാൻ കഥ പറഞ്ഞത്. ഞാൻ ഇല്ലാത്തത് പറഞ്ഞു വിടൂല. നമ്മളൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ ഒരാളിന് പ്രയാസം വരുമ്പോൾ കൊടുക്കുക. ഇന്നെ ഒരുത്താൻ 11 ലക്ഷം ഉറുപ്പ്യ പറ്റിച്ചു പോയി. മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് കാസർകോട്ടുകാരനാട്ടാ. അതൊന്ന്. ഒരാളുടെ റിനീഷ് തട്ടാൻ ചെക്കന് വിടാതെ ഓൻ്റെ പേര് പറയാണ്. മറവഞ്ചേരിയിൽ എൻ്റെ മറവഞ്ചേരിൻ്റെ മാലിവിൽ ഒരു തട്ടാൻ ചെക്കനുണ്ട്. ഓൻ്റെ പേര് റിനീഷ് എന്നാണ്. ഓനെ ഞാൻ വിടൂല. ഓനെയും വിടൂല, ഈ മുഹമ്മദ് പറഞ്ഞ ആളെയും വിടൂല. ഞാൻ എൻ്റെ വേർപ്പാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് 2 ആയുധമായിട്ട് ചെല്ലി. ഞാൻ ഈ വീഡിയോൻ്റെ മുന്നിൽ ലൈവായിട്ട് എന്നിട്ടാണ് പറഞ്ഞത്. ചെന്നിട്ട് അത് ഞാൻ വീഡിയോ എടുത്ത് വിടും. ഞാൻ വിടും. മുഹമ്മദിൻ്റെ കയ്യിൽ ആയുധം കൊടുത്തിട്ട് പറയാം വെട്ടടാന്ന് പറയാം. ഒറ്റ വെട്ടിന് 2 കഷ്ണാക്കാൻ പറയുന്നത്. അല്ലെങ്കിൽ പാമ്പിനെ വേദനിപ്പിച്ച് വിടരുതെന്ന് പറയും. എനിക്ക് നല്ല വിഷമമുണ്ടായി. എൻ്റെ 11 ലക്ഷം ഞാൻ വേറെ അടുത്ത് നിന്ന് വാങ്ങിക്കൊടുത്ത് ഒപ്പിട്ട് കൊടുത്താൽ. അതുപോലെ തട്ടാഞ്ചക്ക റിനീഷിനോട് പറഞ്ഞിട്ടുണ്ട് പാമ്പിനെ വേദനാക്കി വിടരുത്. നായനങ്ങൾ എറിഞ്ഞു കൊന്നോളി. നായനെ വേദനാക്കി വിടരുത്. നായൻ്റെ കണ്ണ് പൊട്ടിച്ചാൽ നായ എന്താ ചെയ്യുക അറിയോ? പിന്നെ കാണുന്ന ആൾക്കാരെ പോയി കടിച്ചുകൊണ്ടിരിക്കും. കാരണം നിങ്ങൾ ഒരു നായയുടെ കണ്ണ് കേടെടുത്തി, അല്ലെങ്കിൽ നിങ്ങൾ നായനോട് കൊന്നാളി. അതിൻ്റെ ജീവനോ ബാക്കി ജീവിതത്തോടെ വിടരുത്. ഒരു മിണ്ടാപ്രാണിനെ നിങ്ങൾ ബാക്കിയാക്കി വിടരുത്. അവർ പാവങ്ങളാണ്. അവർക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നില്ല എന്നതാ കയ്യും കാലം തച്ചു പൊളിച്ചിട്ടിരിക്കണമെന്ന്. നിങ്ങൾ എന്തിനാണ് ആ നായനെയും കോയിനും മറ്റേനൊക്കെ എറിഞ്ഞോളി. ഇല്ല കൊന്നോളി. അതിൻ്റെ ആത്മാവിനെ വേഗം പറഞ്ഞു വിട്. ഒരു പൂച്ചാലി എലിയായാലും നിങ്ങൾക്ക് അതിനെ ദ്രോഹിക്കുന്നുണ്ടെങ്കിൽ അതിനെ കൊന്നിട്ടിട്ടാൾ. അതിൻ്റെ കയ്യും കാലും ഒടിച്ചിട്ട് നിങ്ങൾ അതിനെ റോട്ടും കൂടെ തണ്ടി നടത്താൻ സമ്മതിക്കരുത്. നാളെ റബ്ബിൻ്റെ മുന്നിൽ നമ്മളൊക്കെ ഉത്തരം കൊടുക്കേണ്ടി വരും. എന്തിനാണ് ഈ നായനെ നമുക്ക് നജിസാക്കിയത്? അതിൻ്റെ പിന്നിൽ കുറേ കഥകൾ കേൾക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ചൊക്കെയാണ്. മനുഷ്യർക്ക് ബുദ്ധി തന്നിട്ടുണ്ടല്ലോ അല്ല. ബുദ്ധി ആലോചിക്കും, നല്ലത് ആലോചിക്കും. വേണ്ടാത്തത് ആലോചിച്ചിട്ട് വേണ്ടാത്തത് പോയി ചാടരുത്. ഞാൻ എല്ലാവരും പറയുന്നുണ്ട്. നിങ്ങൾ പഠിപ്പും വിദ്യാഭ്യാസമുള്ള ആൾക്കാർ. ഒന്നും അറിയാത്ത ഞാനാണ് ഞാനൊന്നും അറിയില്ലേ. ഞാൻ സുഖമില്ലാത്ത രോഗിയാണ്. ഞാൻ ഉളിയ കുടിച്ച് നടക്കുകയാണ് പേടിച്ചിട്ട്. എന്താണ് എനിക്ക് സംഭവിച്ചതെന്നുള്ളത് എനിക്ക് അറിയണില്ല. ഞാൻ അത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ഞാൻ കഥകൾ പറയാൻ നിന്ന് അങ്ങനെ പ്രാന്തായി കൊണ്ടിരിക്കും. അതാണ് ഇൻഷാ അല്ലാഹ്. അതുപോലെ ഞാൻ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. 30 കൊല്ലം മുന്നേ 30 കൊല്ലത്തിന് മീതയ്ക്ക് അറിയില്ല ഇത്ര എന്നുള്ളത്. ഇതേപോലെ എൻ്റെ ഒരു വേണ്ടപ്പെട്ട ഒരാൾ ഗൾഫിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബോംബെ വന്നിട്ടാണ് പോകുന്നത്. അന്ന് ഇവിടെ വന്നിട്ട് പാസ്പോർട്ടും വിസ എന്തൊക്കെ ഫ്ലൈൻ്റെ ടിക്കറ്റൊക്കെ എടുത്ത് പോവുകയാണ്. നാട്ടിൽ നിന്ന് ഒരാൾക്കിൻ്റെ മാനസികമായ വിഷമത്തിൽ ആ പാവം വരുന്നത്. ഉള്ളിൽ കരഞ്ഞും കൊണ്ട് കടത്തി മുങ്ങിയിട്ടും രണ്ടാമത്തെ ഗൾഫിലേക്ക് പോവുകയാണ്. വിസയും പൈസ ഒക്കെ റെഡിയാക്കി പൈസ കടം മേടിച്ചിട്ട് അവസാനം എൻ്റെ അടുത്തൊക്കെ വരുന്നത്. എൻ്റെ നാട്ടുകാരൻ എന്നെ അന്വേഷിച്ച് വന്നിട്ട് ഞാൻ ഇവിടുന്ന് പിന്നെ എനിക്ക് ഇവിടുന്ന് അക്ബർ ട്രാവൽസിൽ എല്ലാം ശരിയായിട്ട് ആൾ പോണ സമയത്ത് അത് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ കടന്നു പോയത് ഏതൊരു മനുഷ്യനെ പറ്റി ഞാൻ പറയും. അത് ഞാൻ ആദ്യം എന്ത് പറഞ്ഞാലും ശരി. അയാൾ പറയണേ മാനിയോ നാട്ടിൽ നിന്ന് പോവുകയാണ്. എൻ്റെ പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും ചിലവിനും കൂടി പൈസ ഇല്ല. ആ അവസ്ഥയിൽ കൂടെ ഞാൻ പോകണമെന്ന് ഒരു മനുഷ്യൻ പറയണേ എന്നോട്. കരയണ ആൾ ഹൃദയം വേദനിച്ചിട്ട്. ആളെ ഞാൻ വീഡിയോ എടുത്ത് ഞാൻ വിട്ടുതരാം. നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇല്ലാത്ത ഞാൻ പറയില്ല ഞാൻ പറയുന്നുണ്ട്. അപ്പം ഞാൻ ആളോട് പറഞ്ഞു അപ്പോഴൊന്നല്ല, ഞാനും വീടും കൂടി വെച്ചിട്ടില്ല. ടർപ്പാണി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പൈസ കുറിയിൽ അടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ അന്നത്തെ കാലത്ത്
1,00,000 വേണം തർപ്പണി. അന്ന് 10,75,000 1,00,000 വേണം. എന്നിട്ട് പാകമില്ല. ഞാനങ്ങനെ അന്ന് ഈ തെങ്ങും തോട്ടം കാര്യങ്ങളൊന്നുമില്ല. ഞാൻ റോട്ടുമ്പോൾ കിടന്നിട്ട് ഇങ്ങനെ നുള്ളി പറക്കിയിട്ട് 100 ഉണ്ടാക്കി വെച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് എൻ്റെ ഹൃദയത്തേക്ക് ഒരു മനുഷ്യനെ, ഒരു മുസ്ലിമല്ല ഹൈന്ദവ സഹോദരൻ കടന്നു വന്നിട്ട് പറയുകയാണ് ഇങ്ങനെയൊക്കെ കണ്ടിട്ട് കയറുമ്പോൾ ഞാൻ പറഞ്ഞേ, നിങ്ങൾ പോയിക്കോളി, നിങ്ങൾ ഗൾഫിലേക്ക് കണ്ണടച്ച് പോയിക്കോളി, നിങ്ങൾ നാളെ പോവല്ലേ, നിങ്ങൾ അവിടെ എത്തുമ്പോൾ നിങ്ങളെ പെണ്ണുങ്ങൾക്ക് ഞാൻ അവിടെ ചെലവിനുള്ള പൈസ ഒരു 5,000 രൂപ വേറെ 3,000-5,000 എന്തോ ഞാൻ വിട്ടുകൊണ്ടിരുന്നത്, നിങ്ങളൊന്നും പേടിക്കണ്ടായിരുന്നു. എൻ്റെ മുന്നിൽ ആളാണ് പൊട്ടിക്കായിരുന്നു അവിടെ ഇരിക്കുന്നു. എന്നോട് പറഞ്ഞേ, സ്വന്തം ജ്യേഷ്ഠന് പോലും എനിക്കുണ്ട്, 5 അമ്മമാരുണ്ട്, പക്ഷേ നീ എങ്ങനെയാണോ ഇത്തിരി മാത്രം എന്നെ സ്നേഹിച്ചെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കരഞ്ഞു. ആ ആളെ ഞാൻ വീഡിയോ എടുത്ത് വിട്ടുതരാം, ഞാൻ നാട്ടിൽ പോകണ്ടേ, ഇല്ലാത്തത് പറയില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്തോളി, പറയാൻ ഒരുപാട് ഞാൻ പറഞ്ഞു കുറി നിങ്ങൾ വിളിച്ചോളി, ഞാൻ പൈസ അടച്ചോണ്ട് 2 കൊല്ലം വരല്ലേ അത് ഞാൻ അടച്ചോണ്ട്, നിങ്ങളൊന്നും അറിയണ്ട. അത് ചിലപ്പോൾ നഷ്ടത്തിൽ കൂടെ പോയിട്ട് നിങ്ങൾ വിളിക്കണ്ട, ലാഭം കിട്ടിയാൽ നിങ്ങൾ വിളിച്ചിട്ട് നിങ്ങളെ ചില്ലറ കടങ്ങളോട് വീട്ടിക്കോളി, നിങ്ങൾ ഗൾഫിൽ പോയിട്ട് നയിച്ചിട്ട് നിങ്ങളെ സ്വപ്നങ്ങൾ നിറവേറ്റിക്കോളി. ഞാൻ ഏതായാലും ഇൻഷാല്ലാഹ് ഞാൻ അടുത്ത കൊല്ലം എപ്പോഴെങ്കിലും ഞാൻ വീട് പണി നോക്കിക്കൊണ്ടിരുന്നത്. അല്ല അപ്പോൾ എനിക്ക് അന്ന് ചെയ്താൽ മതി, അന്ന് ചെയ്തൊക്കെ അത്രയും പൈസ ഇല്ല. പക്ഷേ ഞാൻ അവിടെ ആ പൈസ എല്ലാം നോക്കിയത്, ഒരു മനുഷ്യൻ സങ്കടപ്പെട്ട് വരുമ്പോൾ ആ മനുഷ്യനെ നമ്മൾ ചേർത്ത് വെക്കണം. പിന്നെ പടച്ചൻ എന്തെങ്കിലും വഴി തുറന്നു തരും, അത് പടച്ചൻ തരും ചെയ്തിരിക്കണം. ഒന്നിനും ഉള്ള ബുദ്ധിമുട്ടിച്ചിട്ടില്ല. അല്ലാതെ ഒരാളെ ഉറുപ്പ് എൻ്റെ ജീവിതത്തിൽ ഈ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നിട്ടില്ല, കടക്കൂലയായി പാടില്ല എന്ന് പറഞ്ഞില്ല, ചെയ്യാൻ പാടില്ല, അതൊക്കെ പറയിച്ച് ഒരുപാട് പറയാനുണ്ട്. അങ്ങനെ ആ മനുഷ്യനെ അന്ന് ഒരുപാട് ഇപ്പോഴും ഇന്നെ ആ വീട്ടിൽ കണ്ട് കയറി ചെന്ന അവിടെ ചേച്ചിയും ഇവരൊക്കെ ആദ്യമായിട്ടുള്ള ചായക്ക് കട്ടൻ ചായ വേണ്ടുള്ളൂ. ആ ഒരു വീട്ടിലേക്ക് നല്ല ഇഷ്ടപ്പെട്ട ആളെ വീട്ടിലേക്ക് ചാവടിക്കാൻ ചെല്ലും. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളാരും ചായ തന്നെ ഞാൻ കുടിക്കൂല, എനിക്ക് ഇഷ്ടമല്ലേ. ഞാൻ കയറി ചെല്ലുമ്പോൾ എനിക്ക് തോന്നും ആ വീട്ടുകാർ തരുന്ന ചായ നല്ല സ്നേഹത്തോടെ തന്നെ നോക്കിയിട്ടാണ് ഞാൻ ചായ കുടിക്കാൻ പോകുന്നത്. ഞങ്ങൾക്ക് ആ ചായയും ചോറൊന്നും വേണ്ട. ഞാൻ ചായ കണ്ടിട്ടൊന്നും ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുന്നതല്ല, ആ ഒരു മനുഷ്യനോടുള്ള ഇഷ്ടം കൂടി കയറി ചെല്ലണത്. ആ സമയത്ത് നമുക്കറിയാം ആ ഓരോ മനുഷ്യന്മാരെ എങ്ങനെയാണെന്നുള്ളത് കണ്ടാൽ തന്നെ അറിയാം. നമ്മൾ കയറി ചെല്ലുമ്പോൾ അവരെ ഹൃദയവും അവരെ മുഖത്തെ ഈമാനും കാണാം. ഇതിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ മുഖത്ത് ഇങ്ങനെ കാണിക്കും, അപ്പോൾ മാറിക്കണം നമ്മൾ വേറെ. അപ്പോൾ നമ്മൾ ചെന്നത് ശരിയായിട്ടില്ല എന്നുള്ളത് ഞാൻ അതിൻ്റെ ആളാണ്. എല്ലാവർക്കും മറ്റവരുടെ കുറേ ചോറും ഇറച്ചിയും ഓൻ്റെ കുറേ പൈസ ഇട്ടാൻ നടക്കുന്ന ആളല്ല ഞാൻ. എനിക്കത് ഇഷ്ടമല്ലേ ഒരാൾ ഞാൻ പൈസ കൊടുക്കണം, എനിക്ക് ഇഷ്ടം. ആ മറ്റുള്ളവർക്ക് വാങ്ങി തരുന്ന എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത, ഞാൻ ചെയ്യാത്ത ഒരാളാണ്. ഞാൻ എല്ലാവരോടും പറച്ചിലുണ്ട് നിങ്ങൾ ആരും എന്നെ വിളിക്കരുത്, കാരണം ഞാൻ ഒരു മനുഷ്യനല്ല, ഞാൻ കുരങ്ങനായിട്ട് നടക്കുന്ന ഒരാളാണ്. നിങ്ങളുടെ അടുത്തൊന്നും കയറി ചെല്ലാത്ത അർഹത എനിക്കില്ല. ഞാൻ വേറെ ബൈക്കിൽ കൂടെ ചെയ്യണം. ഞാൻ സുഖമില്ലാത്ത ഒരാളെ ഗുളിക കുടിച്ച് ഇങ്ങനെ നടക്കുകയാണ്. ഞാൻ പറയുന്നത് ഞാൻ ഓരോ മനുഷ്യനെ പ്രയാസം വരുമ്പോൾ സഹായിക്കുന്ന ഒരാളാണ്. അല്ലാതെ നിങ്ങളെ 1 റുപ്യ 10 റുപ്യറ്റൊന്നും നിങ്ങളുടെ അടുത്ത് വന്നാൽ ഞാനത് മേടിക്കൂല, അങ്ങോട്ട് പോകാൻ പറയും. അങ്ങനെ പൈസ അടിച്ചിട്ടൊന്നും എൻ്റെ അടുത്ത് വരെ കയ്യും കാലും ഉറിഞ്ഞാണ്ടല്ലോ. ഞാൻ പ്ലേറ്റ് റബ്ബാണ് എൻ്റെ ഈ ചോറ് വെച്ചിട്ടാൻ പറഞ്ഞ് കയ്യും കാലും മുറിഞ്ഞാൽ പ്ലേറ്റ് ആയിട്ട് നടക്കും. അല്ലാതെ എൻ്റെ ഭാര്യയുടെ കുട്ടികളുണ്ട്, എൻ്റെ മക്കൾ കാണാം, അതൊന്നും ഞാൻ നോക്കൂല. ആ മയിലില്ലെങ്കിൽ വേറെ മയിലിൽ പോയിട്ട് പ്ലേറ്റ് വെച്ചിട്ട് പറയും 10 റുപ്യ ഇട്ടവനോട് ഞാൻ പറഞ്ഞാൽ അറിയോ അത് ഇട്ട് കൊണ്ടുപോകാൻ പറയും. 1 റുപ്യ ഇടും, 1 റുപ്യ ഇട്ടിട്ട് അങ്ങനെ ആകുമ്പോൾ 10 ദിവസം ഇട്ടോളൂ. ഒരു ദിവസം എന്നെ കണ്ടിട്ട് 10 റുപ്യ ഇടാൻ എനിക്ക് ഇടാൻ ഉണ്ടാവില്ല, അത് ഞാൻ അത് ഇടാം. 1 റുപ്യ 2 റുപ്യ ഇട്ടോളൂ. അങ്ങനത്തെ ഒരു അവസ്ഥ വരാതിരിക്കാനാണ് ഞാൻ ഇവിടെ കുറേ കച്ചവടവും കാര്യങ്ങളൊക്കെ ചെയ്യണത്. കടകളൊക്കെ ഉണ്ടാക്കിയിട്ട് എന്താ അറിയോ, കയ്യും കാലും ഒടിഞ്ഞാലെങ്കിൽ എനിക്ക് കൈമൊന്നൊരു 4,000 രൂപ കിട്ടിയാൽ എൻ്റെ ഭാര്യയുടെ ജീവിതം കഴിഞ്ഞ് പോകും. ഇൻഷാല്ലാഹ് ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾ പൊരുത്തപ്പെടണം കേട്ടോ. നിങ്ങൾ ആരും വേദനിപ്പിക്കണില്ല, ഞങ്ങൾക്ക് എന്നെ പറ്റി അറിയില്ല. ഞാൻ യൂട്യൂബിൽ നിന്ന് വന്നതാണ്. ഞാൻ പറഞ്ഞു എൻ്റെ മക്കൾ പറഞ്ഞിട്ട് യൂട്യൂബ് ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ഞാൻ അതിലേക്ക് കിടക്കുന്ന ആളല്ല. ഞാനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് എൻ്റെ മാനസികമായ വിഷമങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ഒരു സന്തോഷമാണ്. ഹൃദയത്തിൽ എന്തോ പോയ പോലെയാണ്. ഇതിനുള്ളിൽ നമ്മളൊന്നും വെച്ച് നടക്കരുത്, അടിച്ചു പോകും. ഇതിനുള്ളിൽ കണ്ടമാനം സ്റ്റോറേജ് ഫുള്ളായി കഴിഞ്ഞാൽ അതിൽ പല രോഗങ്ങളും കടന്നു വരും. എല്ലാം തുറന്ന് പറയും, ഇഷ്ടപ്പെടുന്ന ആൾക്കാരോട് തുറന്ന് പറയും. എന്നിട്ട് അവർ നമുക്ക് സ്നേഹം തരും, നമുക്ക് നമ്മളെ കൂടെ പങ്കുവെക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ചതിക്കാത്ത ആൾക്കാരെ പോയി കണ്ടോളി. ഇന്നത്തെ കാലത്തൊന്നും ഇവിടെ ജീവിക്കാൻ പറ്റില്ല, ഒക്കെയും വറ്റിച്ച് തിന്നണം എന്നുള്ള നെയ്യത്താണ്. എവിടെ നിന്നാണ് ഈ മനുഷ്യന്മാരൊക്കെ ഇങ്ങനെയൊക്കെ പഠിച്ചു വരണമെന്ന് ആലോചിച്ചത്. സാറിന് ഞാൻ ഒരുപാട് പറഞ്ഞു കൊടുക്കും. ഞാൻ എൻ്റെ ജീവിതത്തിൽ എല്ലാ പണ്ടാറും വിടും, ഒരാളെ ഞാൻ വേദനിപ്പിക്കൂല. വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് നിങ്ങളെ കാലിൻ്റെ റബ്ബിൻ്റെ മുന്നിൽ സുജൂദ് ചെയ്യണ പോലെ നിങ്ങളെ കാൽച്ചോട്ടിൽ സുജൂദ് ചെയ്തിട്ട് നിങ്ങൾ പൊറ്റപ്പെട്ട് തരണം. ഞാൻ അങ്ങനത്തെ ഒരാളാണ്. ഞാൻ കൂടുതൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് പൊറ്റപ്പെട്ടു.